ഹായ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ താമസിച്ചു വരുമായിരുന്നു എൻ്റെ ഫ്രണ്ടും അവൻ്റെ അച്ഛനും അമ്മയും. ഇവർ താമസിക്കുന്നത് പഴയ ഒരു തറവാട്ട് വീട്ടിലാണ്. പക്ഷേ എന്ന് വിചാരിച്ചാൽ അവർക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളോ അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി. പക്ഷേ ആ ഒരു നോർമാലിറ്റി അധികകാലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. 2018 ഒരു ഉഷ്ണകാലം, ഏകദേശം സമയം 3-3:30 കാണും. ഫാൻ അത്ര വർക്ക് ചെയ്യാത്ത കാരണം തന്നെ എൻ്റെ ഫ്രണ്ട് കട്ടിൽ നിന്ന് എണീച്ച് താഴെ കിടക്കുകയാണ് ഉണ്ടായത്. താഴെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ അവനാരോ അവൻ്റെ കഴുത്തിൽ ഞെരുക്കി പിടിക്കുന്ന പോലൊരു ഫീല്. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അവൻ്റെ തന്നെ കൈകളാണ് അവൻ്റെ കഴുത്ത് ഞെരിക്കുന്നത്. ഇതവനെ ചെറിയ രീതിയിലൊന്ന് ഞെട്ടിച്ചെങ്കിലും അതത്ര വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അവൻ ഉറക്കത്തിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു കിടന്നപ്പോഴാണ് അവനോളം പൊക്കമുള്ള ഒരു നിഴൽ, ഒരു കറുത്ത ഇരുണ്ട രൂപം അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതായി അവൻ കാണുന്നത്. ഇത് കണ്ടതും അവൻ ഞെട്ടി എണീച്ച് ലൈറ്റിട്ട് നോക്കി. ലൈറ്റിട്ട് നോക്കിയപ്പം അവിടെ അങ്ങനെ ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു നിഴലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഇത് അവനവൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവരതങ്ങനെ വിശ്വസിച്ചൊന്നുമില്ല. അത് നിൻ്റെ തോന്നലായിരിക്കുന്നു പറഞ്ഞ് അതങ്ങനെ വിട്ടുകളഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം രാവിലെ അവരെല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയായിരുന്നു. അങ്ങനെ റൂമൊക്കെ ലോക്ക് ചെയ്ത് താക്കോലൊക്കെ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇറങ്ങാൻ നേരം ഇവൻ്റെ റൂമിൽ നിന്നും ആരോ കസാര വലിച്ചിടുന്ന പോലത്തെ ഒരു സൗണ്ട്. കൂട്ടിയിട്ട റൂമിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനൊരു സൗണ്ട് വരേണ്ടത് എന്നുള്ളൊരു തോട്ടായി പിന്നീട് അങ്ങോട്ട്. ഈ പറഞ്ഞ 2 ഇൻസിഡൻറ്റുകളും അവരുടെ പേരൻസിനോട് പറഞ്ഞ സമയത്ത് അവരത് അത്ര കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ അത് അവരുടെ ലൈഫിനെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയാമല്ലോ. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നീട് ഈ ഒരു ഇൻസിഡൻറ്റ് അനുഭവിക്കുന്നത് ആ വീട്ടിലെ മകനായിരുന്നില്ല, നേരെ മറിച്ച് അമ്മയായിരുന്നു. ഇവർ രണ്ടുപേരും അച്ഛനും മകനും കൂടി അന്ന് ശബരിമലയ്ക്ക് പോയ ദിവസമായിരുന്നു. അന്ന് രാത്രി അമ്മ കിടക്കുന്നതാണെങ്കിൽ മകൻ്റെ റൂമിലും. അമ്മയുടെ മകനുണ്ടായ അതേ ഒരു അനുഭവം അമ്മയ്ക്കും അന്ന് രാത്രി ഉണ്ടാവുകയുണ്ടായി. ആരോ തൻ്റെ കഴുത്തിൽ ഞെരുക്കി പിടിക്കുന്നത് പോലെയും ഞെട്ടിയ സമയത്ത് അത് തൻ്റെ തന്നെ കൈയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആ നിമിഷം അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു. അന്നാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കും. പിറ്റേന്ന് അവർ തിരിച്ചു വന്ന സമയത്ത് അമ്മ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ഒരു അനുഭവമാണ്. പക്ഷേ അവൻ പറയുന്നത് ഭാഗ്യത്തിന് അമ്മ ആ കറുത്തിരണ്ട രൂപം കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിറ്റേ ദിവസം അവരെത്തിയപ്പോൾ തന്നെ അമ്മ പറയുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അനുഭവമാണ്. പിന്നീട് അങ്ങോട്ട് അവൻ ആ റൂമിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ കൊന്ത കരുതാറുണ്ട് എന്നാണ് പറയാറ്. 2018 ഈ ഒരു അനുഭവം അവനുണ്ടാകുന്നത്. ആൻഡ് ഇന്ന് 2026 ഈ ഒരു സംഭവത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്നുള്ളത് ഈ ഒരു അനുഭവം ഈ ഒരു വർഷം എന്നോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.